ഇന്ന് നമ്മളൊരു ചിക്കൻ പിസ്സ ബണ്ണാണ് ചെയ്യുന്നത്. നല്ല രുചിയോടെ കഴിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബണ്ണിൻ്റെ റെസിപ്പിയാണ്. പിന്നെ നമ്മളിത് ഓവനിലും ചെയ്യുന്നുണ്ട്. ഓവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പാനിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. വാം മിൽക്കാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പാലിൻ്റെ ചൂട് കൂടിപ്പോകരുത്, ചെറു ചൂട് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ബൗളിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണും കൂടെ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 5-6 മിനിറ്റോളം ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റോളം കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഞാനിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ചുകൂടെ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബൗളിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 1.5 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. അതല്ലെങ്കിൽ കുറച്ചുകൂടെ അധികം സമയം വെച്ച് കൊടുക്കാം. ഇതൊരു ഡബിൾ സൈസ് ആയി വരുന്നവരെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് ജസ്റ്റ് മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 350 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചതായിരുന്നു. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറായി വരുന്നവരെ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇതുപോലെ ഒരു വൈറ്റ് കളറായി കിട്ടിയാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഒരു 8-9 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതവിടെ ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതുപോലെ ആയി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും മല്ലിയിലയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കവും സവാളയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ക്യാരറ്റും മല്ലിയിലയും ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിയില ചേർത്ത് 1 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. ക്യുമിൻ പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പാപ്രിക്ക ചേർക്കാം. ഇനി നമ്മുടെ കയ്യിൽ പാപ്രിക്ക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് പിസയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസും കൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളമൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു 6 പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള 6 പീസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇനി നമ്മളിതുപോലെ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം. 6 ബണ്ണാണ് നമ്മളിത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. 6 പീസ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബൗളിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്നെടുത്ത് ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒരു തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാലും മതി. ഓരോന്നെടുത്ത് ഇതുപോലെ ഒന്ന് പരത്താം. ആദ്യം കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് പൊടി വിതറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് നമ്മളിത് പരത്തരുത്. ഒരു മീഡിയം കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. പൂരിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിൽ ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് മടക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് അങ്ങ് മടക്കി കൊടുത്താൽ മതി. നല്ല എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഒരു ബണ്ണിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഒന്ന് ഇതുപോലെ അമർത്തി കൊടുക്കാം. ഇപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ ബണ്ണ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആദ്യം കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം ഈ ഒരു വലുപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം. അധികം തിന്നായിട്ടും പരത്തരുത്. അതേസമയം നമ്മൾ ഒരുപാട് കട്ടി കൂടാനും പറ്റില്ല. ഈ ഒരു രീതിയിലാണ്, ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിൽ ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ബണ്ണിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോന്നും ട്രേയിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ബണ്ണിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിക്കിട്ടും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെണ്ണൊരു ബ്രൗൺ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ബണ്ണിൻ്റെ മേലെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബണ്ണിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒറിഗാനോ ആണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ വൈറ്റ് എള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കറുത്ത എള്ളും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 5 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് പാനിൽ വേണമെങ്കിലും ചെയ്യാം. ഓവൻ ഇല്ലാത്തവർക്ക് ഇത് പാനിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം.
പാനിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇനി പാനിൽ വെക്കാവുന്ന ഇതുപോലൊരു പ്ലേറ്റോ അതല്ലെങ്കിൽ ട്രേയോ എടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ബണ്ണ് ഈ ട്രേയിൽ വെച്ച് കൊടുക്കുക. പാനൊന്ന് പ്രീഹീറ്റ് ആകുമ്പോൾ നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 25 മിനിറ്റാണ് ഇത് ബേക്കാൻ വേണ്ടി എടുത്തത്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കുന്നത്. എല്ലാ ബണ്ണിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന പിസ്സ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്